ഹായ് ഹലോ നമസ്കാരം. രുചിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രുചിയിൽ നമ്മൾ എല്ലാ എപ്പിസോഡിലും വളരെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു സ്പ്രെഡിൻ്റെ റെസിപ്പിയാണ്. സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജാം അല്ലേ, ജാം അല്ലെങ്കിൽ ജാം ബേസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡുകൾ, ഫ്രൂട്ട് സ്പ്രെഡുകളൊക്കെയാണ് കൂടുതൽ. സ്ട്രോബെറി, അതുപോലെ നമുക്ക് ഓറഞ്ച് വെച്ചുണ്ടാക്കാം, അതുപോലെ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കാം. എല്ലാം ജാം എന്ന് പറയും. ജാം എന്ന് പറയുന്നത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പ്രെഡാണ്. ലൈം വെച്ചിട്ടാണ്, അതായത് നാരങ്ങ വെച്ചിട്ടാണ്. നാരങ്ങയും കൂടെ ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് ഈ സ്പ്രെഡ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ലൈം, അതായത് നാരങ്ങ വേണം. ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ്, അതായത് ഉപ്പ് കൂടുതലൊന്നും വേണ്ട, ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുമില്ല. ഒരു നുള്ള് ഉപ്പ്. പിന്നെ അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പു. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഭയങ്കര ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈം സ്പ്രെഡിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം. ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്റ്റീമറിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് ചൂടാക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഈ നാരങ്ങ പറക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനിനി അതിനകത്തേക്ക് ലൈം ഇടാൻ പോവുകയാണ്. ഇതിൽ ഒരു 16 നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനി ഒന്ന് വെന്ത് പൊട്ടണം. ആ പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ലൈം ജ്യൂസ് എടുത്തിട്ടല്ല, നാരങ്ങ തന്നെ വേവിച്ചെടുത്തിട്ടാണ് ഈ സ്പ്രെഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വെന്തോട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡി ആയിക്കോളും. അങ്ങനെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല നാരങ്ങയുടെ മണം വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ ഭയങ്കര മണമാണല്ലോ. അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഇത് തണുക്കണം. തണുക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം. നാരങ്ങ പൊട്ടണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. നമുക്കൊന്ന് ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷം ഇതിനെ നമ്മൾ മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ നമ്മുടെ നാരങ്ങ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നലെ ചെറിയൊരു ആക്സിഡൻറ്റും പറ്റി. അപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും, പക്ഷേ എഗെയിൻ ഞാൻ നോക്കാം എങ്ങനെയാണ്. നമുക്കിത് ഇങ്ങനെ മുറിച്ചിടാം. ഓരോന്നായിട്ട് ഇതിനകത്ത് ഇച്ചിരി ചൂടുണ്ട്. ഞാൻ ഓർത്ത് നന്നായിട്ട് തണുത്തെന്ന് ഓർത്തു, പക്ഷേ തണുത്തിട്ടില്ല. അപ്പോൾ പതിയെ മുറിച്ചെടുക്കാം. ഇത് നാരങ്ങ മുറിക്കുമ്പോൾ എനിക്ക് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയത്തില്ലായിരിക്കും ഈ നാരങ്ങ കൊണ്ട് ഒരു സ്പ്രെഡ് ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നാരങ്ങയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും കൂടെയാണ്. ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് നാരങ്ങ. നമ്മൾ വെറുതെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. ഇത് ശരിക്കും 4ആയിട്ടാണ് മുറിക്കാനുള്ളത്. പക്ഷേ എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് 4ആയിട്ട് മുറിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്
ഞാനിത് രണ്ടായിട്ട് മുറിച്ചത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് പിഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജ്യൂസ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഈ 3-4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷേ അങ്ങനെ ഭയങ്കര എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ലൈം കംപ്ലീറ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ നാരങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അടുപ്പിലേക്കൊരു ചട്ടി വെച്ചു. ഇനി ഈ നാരങ്ങ എടുത്ത് ഇതിനകത്തേക്കിടുക എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ ചൂട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഓരോ നാരങ്ങയായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടും പിഴിയണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച്, കുറച്ചുകൂടെ വലിയ അരിപ്പയുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ജ്യൂസ് എടുക്കുന്നത്. നമ്മൾ നാരങ്ങ പച്ചയ്ക്ക് എടുക്കുന്നെങ്കിൽ ഇത്രയും ജ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് തയ്യാറാക്കുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നാരങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഒരു സ്പ്രെഡ് പോലെ ഇതിൽ പഞ്ചസാര വരുന്നില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത്, ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സ്പ്രെഡാണ്. ഇനിയിപ്പോൾ ഈ നാരങ്ങയുടെ തൊലിയൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതെടുത്ത് വെച്ചാൽ നമുക്ക് പാത്രം തേക്കാൻ നല്ലതാണ്. പാത്രം കഴുകുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ നന്നായിട്ട് വൃത്തിയാവും. നാരങ്ങയുടെ നല്ലൊരു മണവും കിട്ടും. ഇനി ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുരു ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ കുറേയൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും മതി നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിനകത്തും കൂടെ കുറച്ചുണ്ട്, അതും കൂടെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങയുടെ ജ്യൂസ് കംപ്ലീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊന്ന് ചൂടാക്കുക എന്നുള്ളതാണ്. വെറുതെ അല്ല, നമ്മൾ ശർക്കരയും കൂടെ ചേർത്താണ് ചൂടാക്കുന്നത്. അപ്പോൾ സ്റ്റൗ കത്തിക്കാം.
ഇതിനകത്തേക്ക് ശർക്കര കൂടെ ഞാൻ ചേർക്കാൻ പോവുകയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കിനി നോക്കാം എത്ര വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ ഇട്ടു, പക്ഷേ കുറച്ചുകൂടെ വേണം. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയല്ലേ, പുളി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിൽ മധുരം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലങ്ങ് ചേർത്തോണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ നോക്കിക്കോണം എങ്ങനെയാണ് മധുരം എന്നുള്ളത്. അതായത് പുളിയും മധുരവും അത് നന്നായിട്ട് ക്രമീകരിച്ചോണം. ഇനി ഇവിടെ ഇത് തിളയ്ക്കാൻ തുടങ്ങി. തിളക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ പട്ട, സ്പൈസസ്, ഗ്രാമ്പൂ. ഇത് ലാസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റാം. ഇതുകൂടി ഇട്ട് കൊടുക്കാം. നല്ല പതഞ്ഞു വരുന്നുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ എന്താ പറയുന്നത് ഇതൊന്ന് വറ്റി വരാനായിട്ട്. ഈ ലെമൺ വെച്ചിട്ട് തന്നെ നമ്മൾ ലെമൺ ചീസ് കേക്ക് ഉണ്ടാക്കും, ലെമൺ കപ്പ് കേക്ക്സ് ഉണ്ടാക്കും, ലെമൺ സ്പ്രെഡ് ഉണ്ടാക്കും, ലെമൺ കേർഡ് ഉണ്ടാക്കും. ലെമൺ കേർഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെയാണിത്. ലെമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, ലെമൺ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇങ്ങനത്തെ കെമിക്കൽസ് ഒന്നുമില്ല. വേറെ നമ്മൾ എന്താ പറയുക കുറേ നാൾ വെക്കണമെന്നുണ്ടെങ്കിലും കെമിക്കലൊന്നും ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി നമുക്ക് ഉണ്ടാക്കി കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത്. അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. ഒരിക്കലും ഒരു ഹൈ ഫ്ലെയിമിൽ ഇത് ചെയ്യരുത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കാരണം ശർക്കര എന്ന് പറയുന്നത് പെട്ടെന്ന് കരിയുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കണം. ടൈം എടുത്ത് പതിയെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിപ്പോൾ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഓഫ് ചെയ്യാം. നല്ല ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പ്രെഡ്. അതായത് ജാം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് കുറച്ച് ഭയങ്കര തിക്നെസ് കൂടുതലായിരിക്കും. പക്ഷേ സ്പ്രെഡ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് കേക്കിനൊക്കെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. കേക്കിനൊക്കെ അതിൻ്റെ മുകളിലെ ടോപ്പിംഗ് ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചേർത്ത പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ വേണമെങ്കിൽ അതിനകത്ത് തന്നെ കിടന്നോട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ നാരങ്ങയുടെ തന്നെ തൊലി ചുരണ്ടിയത് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മളതിൻ്റെ മധുരം കൂടി നോക്കിക്കോണം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കുറച്ചുകൂടി ഇളക്കാം. അപ്പം ഞാനിതിന് മധുരം നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്, മധുരം കുറവുണ്ട്. കാരണം പുളിപ്പ് അധികമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ബാക്കി ഉള്ള ശർക്കര, അപ്പോൾ ഈ ശർക്കര എന്ന് പറഞ്ഞാൽ ഞാൻ 1/4 കിലോ ആണ് എടുത്തേക്കുന്നത്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുമ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ഈ ഒരു പുളിപ്പനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഉരുക്കി ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് നാരങ്ങ വേണം. ഒരു 10-20 നാരങ്ങ, 20 എണ്ണം എന്തായാലും വേണം. 20 നാരങ്ങ എടുക്കുക. അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുക. സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം അതിനെ മുറിക്കണം. മുറിച്ചതിന് ശേഷം, അതായത് തണുത്തിട്ട് മുറിക്കാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചാറ്
നമ്മളൊരു പാത്രത്തിലോട്ട് എടുക്കുക. പിന്നെ ഭയങ്കര ഈസിയാണ്, അത് കുരു ഒന്നും കാണാൻ പാടില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സ്റ്റൗ തീ കത്തിച്ചതിന് ശേഷം നാരങ്ങയും ശർക്കരയും കൂടെ ചേർത്ത്, ശർക്കര ഏകദേശം 1/4 കിലോ, അത് 20 1/4 കിലോ ആണ് എടുത്തേക്കുന്നത്. അത് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് അടുപ്പിൽ മിക്സ് ചെയ്യുക. ആ സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഈ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങൾ, സ്പൈസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് മതി. കാരണം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുക. അങ്ങനെ നമ്മുടെ ലൈം സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി തണുക്കുന്നവരെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഒരു എന്താ പറയുന്നത്, കെമിക്കലൊന്നും ആഡ് ചെയ്തിട്ടില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രിസർവേറ്റീവ്സും ഇതിനകത്തില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഓവർ മധുരം അങ്ങനെയൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പ്രെഡാണ്. ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടോപ്പിങ്സിൽ ഇത് വരുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എന്താണ്, ഈവൻ ഈ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും കുറച്ചൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാം. അത് പഞ്ചസാര അല്ലല്ലോ, ശർക്കര വെച്ചിട്ടുള്ളത് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ഈ പട്ടയും ഗ്രാമ്പും ഈ സാധനങ്ങളൊന്ന് മാറ്റുകയാണ്. അങ്ങനെ ഏകദേശം എല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ, ഇതിന് ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഞാനിതിനെ ഒരു ഗ്ലാസ് ബൗളിലോ എങ്ങനെയെങ്കിലും ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇച്ചിരി ചൂടുണ്ട്, കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വീഴണം. ഇതാണ് ഒരു സ്പ്രെഡ്. നമ്മൾ ജാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും, പക്ഷേ ഇത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ചൊന്നും വരത്തില്ല, കാരണം അത് കുറച്ചേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ കുപ്പിയിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് സ്പ്രെഡ് മാറ്റുവാണ്. ഒട്ടും എളുപ്പമല്ലാത്ത ഒരു പണിയാണിത്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചിയുടെ ഓരോ എപ്പിസോഡും നമ്മൾ ഭയങ്കര വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇനി വേറെ ഒരു പുതിയ വിഭവമായി വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.